ദിവസം ഈ ശുചീകരണ തൊഴിലാളി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടായ ഒരു ഗൗരവമല്ല ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഈ കേസിനുണ്ടാവുക. കാരണം അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ അത് അവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഇനി 8.8 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൂടുതൽ പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞത്, അതിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണ്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആളുകൾ അവിടെ നിന്നും ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായ എത്രയോ ആളുകൾ, അവരുടെയൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥികൂടം അല്ലെങ്കിൽ അവരൊക്കെ ഈ ഭൂമിക്ക് മുകളിൽ ഇല്ല എന്നൊക്കെ ഉറപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള അന്വേഷണമാണ്, പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പ്രതികൂല കാലാവസ്ഥയാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ളത് എന്നും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ആദ്യം ഈ SIT സംഘം അവിടെ പരിശോധന നടത്തുന്നില്ല, അല്ലെങ്കിൽ പോലീസിൽ അറിയിച്ചിട്ടും അവിടെ യാതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പരാതി, തന്റെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ അദ്ദേഹം ഉറക്കെ പറഞ്ഞപ്പോഴും ആരും കേട്ടിരുന്നില്ല. ഇപ്പോൾ ആ കുഴിച്ചു മൂടപ്പെട്ട സത്യം പുറത്തു വരികയാണ്. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എങ്കിൽ പോലും അതിനൊരു തുടക്കമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി ഉള്ള സ്ഥലങ്ങൾ ഇന്ന് തന്നെ ആ പരിശോധന നടക്കും, അല്ലെങ്കിൽ ഈ പരിശോധന ഇങ്ങനെ തന്നെ തുടർന്നു പോകും എന്ന് വേണ്ട മനസ്സിലാക്കാൻ ബൈജു. തീർച്ചയായും അശ്വതി, 6:30 വരെ ഈ പരിശോധന തുടരും. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അശ്വതി, നമ്മൾ ഏറ്റവും വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഇവിടെ പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല. ഈ സൗജന്യയുടെ കേസ് ഒന്ന് പരിശോധിച്ചാൽ മതി. ആ കുട്ടി +2 പഠിക്കുന്ന ആ കുട്ടി വീട്ടിൽ നിന്നും വ്രതമെടുത്താണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് പോയത്. ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയോട് വിശക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഈ യൂണിഫോമിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത്, ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് സ്കൂൾ ബാഗോടുകൂടിയാണ് ആ കുട്ടിയുടെ മൃതദേഹം പോലും അവിടെ നിന്ന് ലഭിക്കുന്നത്. അതൊരു പക്ഷേ ആളുമാറിയാണ് ആ കുട്ടിയെ കൊണ്ടുപോയതും ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ കുട്ടിയെ കൊലപ്പെടുത്തിയതുകൂടിയാണ് ഇവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നതും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതും പിന്നീട് വലിയൊരു സത്യത്തിലേക്ക്, കൊലപാതക പരമ്പരയുടെ തെളിവിലേക്ക് ഇപ്പോൾ എത്തുന്നതും. എന്തായാലും ആ വീടുകളിലൊക്കെ മണിക്കൂറുകളോളം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ആ അമ്മയുമായി ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. ഇന്നും ആ കണ്ണീർ പറ്റാത്ത അമ്മ ആ വീട്ടിൽ ഒരുപാട് ആളുകൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആഗ്രഹം ഇതാണ്, ഇനി ഒരു മക്കൾക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് ആരൊക്കെ, അവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം, ആത്മാവിന് ശാന്തി ലഭിക്കണം എന്നാണ് ആ അമ്മ പറഞ്ഞത്. അങ്ങനെയുള്ള വലിയ പോരാട്ടം നടക്കുന്ന ഒരു ഭൂമികയിൽ ഇതൊന്നും വാർത്തയല്ല, പുറത്താരും അറിയാത്ത രീതിയിൽ ഇവിടെ ആക്ഷൻ കമ്മിറ്റി മാത്രം ഇത്തരം യോഗം ചേരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ഇവിടെ എത്തിയതും. പുറം ലോകത്ത് ഈ വാർത്ത നിരന്തരം എത്തിക്കുകയും സമ്മർദ്ദത്തിനൊടുവിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്ക് ഇതെത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഒരുപാട് പേർക്ക് നീതി ലഭിക്കുന്നു, അത് വലിയ സന്തോഷം. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇന്നും നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ പറഞ്ഞതാണ്, വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കൊല്ലപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചവരുണ്ട്, ലഭിക്കാത്തവരുണ്ട്, ഇത്തരത്തിൽ കാത്തിരിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഇനി ഉണ്ടാകട്ടെ. ഈ ശുചീകരണ തൊഴിലാളി കൃത്യമായി അത് ആദ്യം മുതൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, താൻ പറയുന്നത് സത്യമാണ്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തുമായി നേരിട്ട് സംസാരിച്ചപ്പോഴും അയാളുടെ ഓരോ വാക്കുകളും അതിൽ കൃത്യമായ അയാളുടെ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരാളല്ല അദ്ദേഹം. അതല്ലാതെ ഒരു രാത്രി രാവിലെ ഉറങ്ങിയണിച്ചപ്പോൾ സ്വപ്നം കണ്ട് പറയുന്നതല്ല. കൃത്യമായ തെളിവുകൾ അയാൾ ആ സമയത്തും പറയുന്നുണ്ടായിരുന്നു. ഇത്ര സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് പോയി നമ്മൾ പോലും അത്തരമൊരു വാർത്ത ചെയ്തത്. അത് അവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കാതെ ആ സ്ഥലം സീൽ ചെയ്യാത്തൊരവസ്ഥയിലായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മാർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് 7-ലും 8-ലും പരിശോധന ഇന്ന് നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കുറച്ച് വൈകും. ഇപ്പോൾ 6-ൽ ഒരു മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ കൂടുതൽ കിട്ടുന്നു. അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 7-ലെ പരിശോധന ഇന്ന് നടക്കും. 8-ലെ പരിശോധന 8.8 റോഡിന് ഇരുവശമുള്ള ആ സ്ഥലം, അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. ആ സ്ഥലത്ത് പരിശോധന നാളെ ആയിരിക്കും. അവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവ് ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ഓരോ സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. നല്ല ശക്തമായ മഴയാണ് ഇവിടെ. ഉച്ച മുതൽ പ്രതികൂല കാലാവസ്ഥയുണ്ട്. നേത്രാവതി പുഴയിൽ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. അശ്വതി. ശരി ബൈജു, ഞാൻ ബൈജുവിലേക്ക്
ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കെ പി അഭിലാഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അഭിലാഷ, ബൈജു പറഞ്ഞതുപോലെ അയാൾ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു പോരാട്ടം, പക്ഷേ ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ ഒരു തെളിവ് കിട്ടിയ സാഹചര്യത്തിൽ ഇനി അത് അങ്ങനെയല്ല, അത്രത്തോളം ഗൗരവത്തോടെ ഈ ഗൗരവമുള്ള ഒരു കാര്യമായി കേസ് മാറുകയാണ്. കേസിന്റെ ഭാവം മാറും ഇന്നു മുതൽ. ഇനി അങ്ങോട്ട് എത്ര മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള തെരച്ചിൽ തന്നെയായിരിക്കും ശക്തമായ അന്വേഷണ സംഘം നടത്തുക. ഇപ്പോൾ കൂടുതൽ അവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ, അസ്ഥികൂടം അവിടെ നിന്ന് ലഭിക്കുന്നു. നേരത്തെ ലഭിച്ച തലയില്ലാത്ത അസ്ഥികൂട ഭാഗത്തിന്റെ തലയോട്ടി എന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു തലയോട്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. അത് അതിന്റെ തന്നെയാണോ? ഇനിയും അവിടെ പരിശോധന തുടരുകയുമാണ് അഭിലാഷ്. തീർച്ചയായും അശ്വതി സൂചിപ്പിക്കുന്ന പോലെ അങ്ങേയറ്റം ശ്രമകരമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനകൾക്ക് ഫലമുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ പോയിന്റിൽ നിന്ന് 6ാം പോയിന്റിൽ നിന്ന് തന്നെയാണ് മനുഷ്യന്റെ അസ്ഥികൂടം എന്ന് സ്ഥിരീകരിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തിയത്. അത് പക്ഷേ പുരുഷന്റെയോ സ്ത്രീയുടേതോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. പുരുഷന്റേത് എന്ന് പ്രാഥമികമായി തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അസ്ഥികൂടമായിരുന്നു കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ കൂടുതൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നേരത്തെ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ ബാക്കിയാണോ എന്നതിൽ വ്യക്തതയില്ല. ആ അസ്ഥികൂടത്തിന്റെ ഭാഗമായി തലയോട്ടിയുടെ ഭാഗങ്ങൾ കൂടിയാണ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു തന്നിട്ടുള്ള ഈ 13 സ്പോട്ടുകളിൽ ഒരേ സ്ഥലത്ത് തന്നെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇതിൽ നമുക്ക് വ്യക്തത കൈവരേണ്ടതുള്ളത്. കാരണം ഇത് പല മൃതദേഹങ്ങളുടെ ഭാഗങ്ങളാണോ അതെയോ ഒരു മൃതദേഹത്തിന്റെ ഭാഗമാണോ എന്നതിലൊക്കെ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. ഒപ്പം അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇനിയും ഒരുപാട് പരാതികൾ ഉയർന്നു വന്നേക്കാം. കാരണം നമുക്കറിയാം, ന്യൂസ് 18 തന്നെ ഈ വാർത്ത നിരന്തരമായി പുറത്തുവിട്ടതിന് ഇടയിലായിരുന്നു. നേരത്തെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡേറ്റകളും വിവരങ്ങളുമാണ് KV ബൈജു പങ്കുവച്ചത്. എങ്കിൽ ആ മൃതദേഹം ലഭിച്ചു എന്നെങ്കിലും ആ കുടുംബത്തിന് ആശ്വസിക്കാം. അങ്ങനെ ആശ്വസിക്കാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങൾ ഉണ്ട്. അതിലെടുത്തു പറയേണ്ടത് തന്നെയാണ് അനന്യ ഭട്ടിന്റെ അമ്മ സുജാതയുടെ പ്രതികരണം എന്നത്. തൻ്റെ മകളുടെ ഒരു ശരീരാവശിഷ്ടം എങ്കിലും SIT കണ്ടെത്തി നൽകാമോ എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന്, മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിന് എന്നാണ് ആ അമ്മ നിറകണ്ണുകളോടെ പറഞ്ഞത്. മകളെ 2004 ആണ് കാണാതാകുന്നത്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആണ് ആ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ നിറമായിരുന്നു അവൾ എന്നാണ് ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞത്. ആ നിറമാണ് കെടുത്തിയത്. ആ അമ്മ ആ ഘട്ടത്തിൽ, അതായത് ഓർക്കണം, 2004 മകളെ കാണാതാകുന്ന സാഹചര്യത്തിൽ ആ അമ്മ അവിടേക്ക് ഓടിയെത്തുമ്പോൾ ഉണ്ടാകുന്നത് ഗുണ്ടകളുടെ ആക്രമണം ആയിരുന്നു. അതായത് മകളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നറിഞ്ഞ നിമിഷം അവിടെ ഗുണ്ടകളുടെ ആക്രമണത്തിന് ആ അമ്മ ഇരയാകുന്നു. പിന്നീട് 4 മാസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് തനിക്ക് ബോധം പോലും തിരിച്ചു കിട്ടിയത് എന്നാണ് ആ അമ്മ പറയുന്നത്. അങ്ങനെയുള്ള എത്രയോ അമ്മമാർ ഇപ്പോഴും നമുക്കൊക്കെ ഇടയിൽ ഉണ്ടാകാം. അവർ ജീവൻ ഭയന്നിട്ട് പുറത്തു പറയാത്തതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർ ആണ് നീതിക്ക് വേണ്ടി പോരാടുന്നത്. അവർക്കാണ് നീതി ലഭിക്കേണ്ടത്. ആ നീതിബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാർത്താ പരമ്പര ഏറ്റെടുക്കുകയും ഒപ്പം നിരന്തരമായി വാർത്തകൾ നൽകുകയും ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് KV ബൈജു അവിടെ എത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അതിനുശേഷം ഇപ്പോൾ നിരവധിയായ വെളിപ്പെടുത്തലുകൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നു. പല ആളുകളും തങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഉറ്റവർ ഉടയവർ ഒക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട് ഈ ഭൂപ്രദേശത്ത് നിന്ന് എന്ന വെളിപ്പെടുത്തലുമായി എത്തുന്നു. അപ്പോൾ ഇനിയും അത്തരത്തിൽ നിരവധിയായ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുവാനുള്ള സാധ്യത തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നിൽ കാണുന്നത്. അങ്ങനെയുള്ള പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ അവർ ശേഖരിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അശ്വതി, ഇതിനു